ഇനിയിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ താങ്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നേയില്ല എന്ന് നിരന്തരം പരാതി പറയുകയാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ താങ്കൾ കൊടുത്ത പരാതി അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു, അതിൽ കേസെടുക്കുന്നു, അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ നീതിയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ യദു? മെമ്മറി കാർഡ് പോയപ്പോഴത്തേക്ക് അത് നീതിയുടെ കിരണം അണഞ്ഞു പോയല്ലോ. മെമ്മറി കാർഡിൽ എല്ലാം വ്യക്തമായിട്ട് കിട്ടുമായിരുന്നു, പക്ഷേ അത് പോയില്ലേ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ മനുഷ്യാവകാശ കേസ് എടുത്തതിൽ വളരെ ഉപകാരം. അവരെങ്കിലും സഡൻ ആക്ഷൻ എങ്കിലും എടുക്കുമല്ലോ. 30-ാം തീയതിയാണ് കൊടുത്തത്. 30/4/2024 കൊടുത്തത് ഇത് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തത്. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതാണിത്. ഇത് കമ്മീഷണർക്കും ഏതാണ്ട് അതേ ദിവസങ്ങൾ പരാതി കൊടുത്തതാണ് അല്ലേ? പരാതി കൊടുത്തതാണ്. കമ്മീഷണർക്കും അത് രണ്ടുപേർക്കും ഒരു ദിവസമാണ് കൊടുത്തത്. രണ്ടും ഒരു പരാതി തന്നെയായിരുന്നോ? ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ കമ്മീഷൻ കൊടുക്കുന്ന പരാതിയിൽ താങ്കൾ പറയുന്നുണ്ട് എന്താണ്, ഞാൻ ഓടിച്ചിരുന്ന ബസ്സിൻ്റെ മുൻവശത്തും പിൻവശത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതും ആയതിൻ്റെ വിഷ്വൽ പരിശോധിച്ചാൽ തന്നെ സംഭവത്തിന് നിജസ്ഥിതി മനസ്സിലാക്കാവുന്നതുമാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതിന് മുൻപാണ്. യദു, അപ്പോൾ താങ്കളാണ് മെമ്മറി കാർഡ് എടുത്തത് അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടുകാരാണ് മെമ്മറി കാർഡ് എടുത്തത് എന്ന വാദത്തിൻ്റെ മുന്നോടിക്കുന്നതല്ല താങ്കൾ അന്ന് തന്നെ ഈ വിഷ്വൽ പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നത് യദു? പരാതി കൊടുത്തത് അങ്ങനെയാണ് കൊടുത്തത്. പിന്നെ ഇവർ വളച്ചൊടിക്കുന്നതാണ്. ഇവർ സ്വയം ആരെങ്കിലുമൊക്കെ എടുത്തതായിരിക്കും, ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും. മാറ്റാതെ ഒരിക്കലും പോവില്ല വണ്ടിയിൽ. അങ്ങനെ വേറെ ആർക്കും കയറാനൊന്നും പറ്റില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും കയറാൻ പറ്റത്തില്ല. ഇൻചാർജ് ആയിട്ടുള്ള കസ്റ്റോഡിയനായിട്ടുള്ള ഇൻചാർജ് അവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. യദുവിന് എം വിൻസെന്റ് MLA പറയുകയായിരുന്നു, യദുവിനെ പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് MLA സച്ചിൻ ദേവ് MLA അവിടെയുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് സാന്നിധ്യത്തിൽ യദു ബാഗ് എടുക്കാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തും MLA അവിടെയുണ്ട്. ആ സമയത്ത് MLA ഇടപെട്ട് യാത്രക്കാരൊക്കെ ഇറക്കി വിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ MLA ആരോപണം അല്ലെങ്കിൽ MLA സംശയനിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നത് എം വിൻസെന്റ് സംശയനിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നത് സച്ചിൻ ദേവ് MLA തന്നെയാണ് ആ മെമ്മറി കാർഡ് നഷ്ടമായതിൽ. ആ സംശയനിഴലിൽ നിർത്തലിൽ യുക്തിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ സംഭവത്തിൽ നേരിട്ട് അറിവുള്ള ആളെന്നുള്ള നിലയ്ക്ക് യദുവിന് ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ അവർക്ക് നമുക്കായാലും തെളിവില്ലാതെ ഒരാളെ കുറ്റം പറയാൻ നമ്മളായാലും ശരി തന്നെയാണ്, അവരായാലും ശരി തന്നെയാണ്. അവരായിരിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ആ ക്യാമറ ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചാണെങ്കിൽ ഈ MLA കയറിയ ആ സ്റ്റെപ്പ് തൊട്ട് ഏകദേശം MLAയുടെ സീറ്റ് വരെ അത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. സീറ്റ് MLA കണ്ടക്ടർ സീറ്റ് ഒറ്റ സീറ്റിലാണ് കയറിയിരുന്നത്. കണ്ടക്ടറിനെ എണീപ്പിച്ചിട്ടാണ് കയറിയിരുന്നത്. അത് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ആ വീഡിയോ നശിപ്പിച്ച് ഇവർക്ക് ആ വീഡിയോയെക്കുറിച്ചും ആ സീറ്റിനെക്കുറിച്ചും ആ ക്യാമറയെക്കുറിച്ചും ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇവർ അതിൽ ചുമ്മാ ന്യായമില്ലാത്ത കേസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ആ ക്യാമറയിൽ എന്നെ കിട്ടത്തില്ല. ആ ക്യാബിനോ ഡ്രൈവർ ക്യാബിനോ ആ സീറ്റ് തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റ് തൊട്ട് പാസഞ്ചർ സീറ്റ് കണ്ടക്ടർ സീറ്റ് തൊട്ട് അങ്ങറ്റം വരെ ഉള്ള ബസ്സിൻ്റെ അങ്ങറ്റം വരെ കിട്ടുന്നതാണ്. അപ്പോൾ അത് പോയെന്ന് പറഞ്ഞ് എനിക്കാണ് അത് നഷ്ടമായിട്ടുണ്ടാവുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തെളിവാണ് നഷ്ടപ്പെടുന്നത്. ഡ്രൈവർ വരില്ല അങ്ങനെയാണോ? ഞാൻ അപ്പോൾ അത് എടുത്തെങ്കിൽ MLA രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അല്ല, ആ ക്യാമറയിൽ ഡ്രൈവർ വരില്ല. അതെങ്ങനെയാണ് അറിയാവുന്നത് ഡ്രൈവർ വരില്ല എന്നുള്ള കാര്യം? അതിലൊരിക്കലും വരത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ തലയുടെ മേളിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലാണെങ്കിലല്ലേ എൻ്റെ പൊസിഷനിൽ വരുള്ളൂ. എൻ്റെതായി ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ക്യാമറ പൊസിഷൻ. അപ്പോൾ എങ്ങനെയാണ് എന്നെ കിട്ടുന്നത്? അപ്പോൾ അത് ആ മെമ്മറി കാർഡ് നഷ്ടമായതിന്റെ ഗുണം ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ടല്ലോ, ആ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ആ മെമ്മറി കാർഡ് നഷ്ടമായതിന്റെ ഗുണം ആർക്കാണ്? അപ്പോൾ ആരാണെന്നുള്ള ചിന്തിക്കാൻ നല്ലേ ഉള്ളൂ. ഒരൊറ്റ മിനിറ്റ്, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാവോ? കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ A. റഹീമിനോടാണ്.
അദ്ദേഹമാണ് ഇത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാൻ കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരും. അങ്ങനെ പറഞ്ഞിരുന്നോ യദു? ഒരു സോറി പറഞ്ഞാൽ പ്രശ്നം തീരും എന്ന് കണ്ടക്ടർ താങ്കളോട് പറഞ്ഞിരുന്നോ? ഒരു സോറി പറഞ്ഞാൽ തീരുമെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവണ്ടേനെ, സംസാരിച്ച് തീർക്കാന്നുള്ളതേ ഉള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. ഒരു സോറിയുടെ കേസാണ് പറഞ്ഞത്. ഈ കണ്ടക്ടർ ഇപ്പോൾ എവിടെയാണ്? കണ്ടക്ടർ പക്ഷേ എന്നിട്ട് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾക്കൊക്കെ നേർസാക്ഷ്യമാകേണ്ട പോകുന്നുണ്ട് അവൻ്റെ അല്ല ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് നേർസാക്ഷ്യമാകേണ്ട കണ്ടക്ടർ എവിടെയും ആരോടൊന്നും പറഞ്ഞു കേട്ടില്ല. അന്ന് എ റഹീമിനെ വിളിക്കുന്നുണ്ട് കണ്ടക്ടർ. അതിനുശേഷം ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു. അത് പക്ഷെ എൻ്റെ കാര്യത്തിന് വിളിച്ചതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയത്തില്ല, എൻ്റെ കാര്യത്തിന് വിളിച്ചതാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, അവ ഒരു തെറ്റും ചെയ്തതല്ല എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. താങ്കളെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നറിയില്ല. താങ്കളെ രക്ഷിക്കാൻ വേണ്ടി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയത്തില്ല. പ്രശ്നമൊന്ന് സോൾവ് ആക്കാൻ വേണ്ടി എ റഹീം മുഖാന്തരം ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് കണ്ടക്ടർ ശ്രമിച്ചതാണ്. അങ്ങനെ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയത്തില്ല. യദു, ഇവിടെ ഇപ്പോൾ ഇന്ന് എ റഹീം അടക്കം ചോദിക്കുന്നുണ്ട് താങ്കളുടെ യദുവിൻ്റെ ഭൂതകാലം. ഇപ്പോൾ ആർഷയുടെ നഴ്സറിയിൽ ആരോ പിച്ചി എന്ന് പറഞ്ഞ കാര്യം പരിശോധിച്ച മാധ്യമങ്ങൾ എന്തുകൊണ്ട് യദുവിൻ്റെ നാട്ടിൽ പോയി യദുവിൻ്റെ ഭൂതകാലം പരിശോധിക്കുന്നില്ല ചോദിക്കുന്നുണ്ട്. വസീഫും യദുവിൻ്റെ ആ പഴയ കേസിനെ പറ്റി പറയുന്നുണ്ട്. സൈബർ മേഖലയിൽ ആകെ താങ്കൾ കൊളരുതാത്തവനാണ് എന്ന പ്രചരണം. എന്താ ഇപ്പോൾ TC രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വിഷമുണ്ടായെന്നതിനും വായിക്കാം. സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയതിന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും സ്ത്രീയുടെ ഭർത്താവിൽ നിന്നുമൊക്കെ പലതവണ തല്ല് വാങ്ങിയിട്ടുള്ള മാന്യൻ, സ്വഭാവ സവിശേഷതകൾ താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഭാര്യ ഇട്ടിട്ട് പോയ നല്ലവനായ ഭർത്താവ്, സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയ നാട്ടുകാർ പഞ്ഞിക്കിടുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള സഹോദരന്റെ സഹായത്തോടെ ആ കേസുകളെല്ലാം ഒത്തുതീർപ്പിലെത്തിച്ചു. കേസിന് പിന്നാലെ തൂങ്ങാൻ താല്പര്യമില്ലാത്തതിനാലും കൈവച്ച നാട്ടുകാരും കേസിൽ കുടുങ്ങുമെന്നതിനാലും പരാതിക്കാരായ സ്ത്രീകൾ ഒത്തുതീർപ്പിലെത്തിയത് അവന് ഗുണമായി. കൊടുക്കേണ്ടത് നാട്ടുകാരും വീട്ടുകാരും കൊടുത്തിട്ടുള്ളതിനാൽ ഇനി എന്തിന് കേസെന്നോ ചിന്തിച്ചിട്ടുണ്ടാകണം. ഇവനെ പേടിച്ച് വീട്ടുമുറ്റത്ത് സ്ത്രീകളുടെ തുണി ഉണങ്ങാനിടാൻ പോലും പറ്റില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചുമ്മാ പറയുന്നതല്ല, ആ നാട്ടിൽ അന്വേഷിച്ചു തന്നെയാണ് പറയുന്നു. ഒരു TC രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഈ സൈബർ മേഖലയിൽ ഇവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. എന്തെങ്കിലും വസ്തുതയുണ്ടോ യദു? ആരായാലും കുഴപ്പമില്ല. ആരായാലും കുഴപ്പമില്ല. ഈ പറയുന്നവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ സംസ്കാരമാണോ അത് പറയുന്നത്, അവന് അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടാണ് അവ അത് പറയുന്നത്. അതിലെനിക്ക് വിഷയമില്ല. എന്താണെന്ന് വെച്ചാൽ കോടതിയെക്കാട്ടിയും വലിയൊരു ഇതില്ല. കോടതി ജഡ്ജ്മെൻറ്റ് കോപ്പിയും കാര്യങ്ങളുമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജഡ്ജ്മെൻറ്റ് കോപ്പിയും അതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് ഇത്. അപ്പോൾ ഇവരൊക്കെ ഈ കിടന്ന് അലയ്ക്കും. പലയിടത്ത് കാറ്റടയ്ക്കുന്ന സ്ഥലത്തൊക്കെ വേലി കെട്ടേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് കോടതിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ താങ്കളുടെ സ്വഭാവം മഹാമോശമാണ്. താങ്കൾ ലൈംഗിക വൈകൃതമുള്ള ആളാണ്, താങ്കൾ ഞരമ്പ് രോഗിയാണ്, താങ്കൾ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാൻ അത് തന്നെ ഈ പറഞ്ഞവന്മാരെ തന്നെ സഹോദരി എനിക്ക് കെട്ടിച്ചു തരണ്ട രണ്ടാമത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞവന്മാരെ സഹോദരിയെ കെട്ടിച്ചു തരുകയും വേണ്ട. എനിക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇവൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് വന്നല്ല ഞാൻ ജീവിക്കുന്നത്, ഇവൻ്റെയൊക്കെ പൈസയ്ക്കല്ല ഞാൻ ജീവിക്കുന്നത്. പാടുപെട്ട് 715 രൂപ 715 രൂപയ്ക്ക് ഇവനൊക്കെ ജോലി ചെയ്യൂ. ഈ നട്ടലൊടിഞ്ഞ് വണ്ടി ഓടിയിട്ട് വന്നിട്ട് ഇവൻ്റെ മേടം കാണിച്ച തെണ്ടിത്തനത്തിനൊക്കെ ഇവൻ കൂട്ടിയിരിക്കുന്നത്. ഇവൻ സംസ്കാരമുള്ളവനായിട്ടാണ് ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും കാലം സമാധാനപരമായിട്ടും മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഈ തെണ്ടി സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന അലവലാദികൾ ഈ സൈബർ മേഖലയിൽ അവരെ കുത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലവണ്ണം എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയല്ല. എന്നെ കുത്തിയപ്പോഴത്തേക്ക് ഒരുത്തർക്കും പറയാനുമില്ല. ഒരു സംസ്കാരം ഉള്ള ഒറ്റ ആൾക്കാർ, കുറച്ച് നല്ല ആൾക്കാരുണ്ട് ഈ കേരളത്തിലെ. ഇതേപോലുള്ള യൂസ്ലെസ്സുകളെ കാട്ടിയും നല്ല ആൾക്കാർ കൂടുതലുണ്ട്. ഇതേപോലെ കുറേ എണ്ണം ഉണ്ട്. ചിലവർക്ക് ഈ ചേച്ചിമാർക്കൊക്കെ സഹായം ചെയ്യാൻ നടക്കുന്ന ചിലവരുണ്ട്. അവിടെയും അവർക്ക് പല ഉപയോഗങ്ങൾ കാണുമായിരിക്കും. ചേച്ചിമാർ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമായിരിക്കും. ഇവിടെ താങ്കൾ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്നതാണ് എന്ന് പറയുന്നത് കേട്ടു. താങ്കളുടെ തികച്ചും പേഴ്സണലായ കാര്യമാണ്, താങ്കളുടെ കുടുംബകാര്യമാണ്. എങ്കിൽ ഞാൻ ഇങ്ങനെ പെണ്ണിൻ്റെ വിഷയം ഉണ്ടെങ്കിലേ, എനിക്ക് ഈ പെണ്ണിൻ്റെ വിഷയവും പെണ്ണുങ്ങളെ ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ
ഈ സമയം കൊണ്ട് ഞാൻ 5 വർഷമായി വൈഫില്ലാതെ ജീവിക്കുന്ന 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് എനിക്ക് 5 പെണ്ണിനെ കെട്ടായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ടായാലും ഈ സാമ്പത്തികപരമായിട്ട് എൻ്റെ വീട്ടുകാരായാലും എനിക്കില്ലെങ്കിലും വീട്ടുകാർക്കുണ്ടെങ്കിലും അവരെ ഇത് വെച്ചെങ്കിലും എനിക്ക് പെണ്ണ് കിട്ടും. എന്നിട്ട് ഞാൻ കൊച്ചിനെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇതേപോലെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കത് പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുമ്പോഴാണ് ഇവർ അതിൽ പിടിച്ച് തൂങ്ങുന്നത്. അതിപ്പോൾ അതിലല്ലേ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ചെയ്ത തെറ്റ് ചെയ്യുന്നവൻ നല്ലവനും തെറ്റ് ചെയ്യാത്തവനെ ശരി, ഞാനെത്താൻ മധു